തിരികെ നമ്മൾ അത്തച്ചമയത്തിലേക്ക് അത്തഘോഷയാത്രയിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തുറയിൽ അർച്ചന നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, ഘോഷയാത്ര തുടങ്ങിയോ? ഗവൺമെന്റ് VHS വിദ്യാർത്ഥികൾ മനു, ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. രാജവീതിയിലൂടെ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതാ മാവേലി ആളുകളെല്ലാം തന്നെ അഭിസംബോധന ചെയ്ത് നടന്നു നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇരുവശത്തും ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. അത്രമാത്രം തൃപ്പൂണിത്തുറക്കാർ ആഗ്രഹിച്ച നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം അവർ ഒരു വർഷമായി കാത്തിരിക്കുന്ന ഒരു വേളയാണ്. ഇപ്പോൾ മാവേലി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റോഡിന് ഇരുവശത്തും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കാണാൻ വർണ്ണാഭമായ കാഴ്ചകളാണ് തൃപ്പൂണിത്തുറക്കാരെ കാത്തിരിക്കുന്നത്. കാരണം അത്രമാത്രം കലാരൂപങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് കാഴ്ചയിൽ കാണാം എത്രമാത്രം ആളുകളാണ്. ഓരോ സൈഡിലും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചി ഇത്തവണത്തെ അത്താഘോഷം? എങ്ങനെയുണ്ട്? എന്തോ അടിപൊളിയാണ്. ഇത്തരത്തിൽ ഇതാ കടന്നു വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രാജവീതിയിലൂടെ ആളുകളും അതുപോലെ കലാരൂപങ്ങളെല്ലാം തന്നെ കടന്നു വരുന്നു. 56ഓളം കലാരൂപങ്ങളാണ് അണിനിരുന്നത്. അതിൽ തെയ്യം, കോൽക്കളി തുടങ്ങി പല വിധത്തിലുള്ള പല വ്യത്യസ്തമായ കലാരൂപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആഘോഷം അത് തൃപ്പൂണിത്തുറയിലാണ്. അത് ഏറ്റവും കെങ്കേമമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് ഈ കലാകാരന്മാരുടെ മുന്നോട്ടുള്ള വരവ് തന്നെയാണ്. അവർ ഇന്നലെയെല്ലാമായിട്ട് എത്തിയതാണ്. അവരിപ്പോൾ ഈ രാജനഗരിയിലൂടെ ഇപ്പോൾ കടന്നു വരികയാണ്. അത്രത്തോളം രാവിലെ മുതൽ ഒരുങ്ങിയ ആളുകളാണ്. അവരെല്ലാം തന്നെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് റോഡിലേക്ക് അത്താഘോഷയാത്രയായി കടന്നു വരികയാണ്. വാദ്യഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ കടന്നു വരുന്നത്. നീണ്ട നിര, അതായത് 1000-ലധികം കലാകാരന്മാരാണ് ഇത്തരത്തിൽ അണിനിരക്കുന്നത്. ഇവരുടെ എല്ലാം തന്നെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ, അവരുടെ ഒരു സംഗമഭൂമിയായി കൂടി തൃപ്പൂണിത്തുറ മാറുകയാണ്. തൃപ്പൂണിത്തുറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ് അത്തച്ചമയ ഘോഷയാത്ര. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും 2-3 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ രാജനഗരിയിലൂടെ ഇപ്പോൾ ഈ ഘോഷയാത്ര നടന്നു തീരുകയാണ്. മാവേലി നാട്ടുകാരെല്ലാം തന്നെ ഓണാഘോഷാശംസകൾ നേർന്ന് ഇപ്പോൾ കടന്നു പോവുകയാണ്. വലിയ അകമ്പടിയോടെയാണ് ഈ അത്താഘോഷയാത്ര കടന്നു പോകുന്നത്. ഈ റോഡിന് വശത്തും കടന്നു പോകുന്നത്.